അസ്സാം വലൈക്കും. അമാനോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്ത തരം കബാബാണ്. ചേമ്പ് കൊണ്ടാണ് നമ്മൾ ഈ കബാബ് ഉണ്ടാക്കാൻ പോകുന്നത്. ചേമ്പ് കൊണ്ട് പുഴുക്കും കറികളും തോരനും മാത്രമല്ല നല്ല അടിപൊളി കബാബ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന നല്ല നാടൻ ചേമ്പാണ് ഇതിന് പ്രധാനമായി വേണ്ടത്. ഇതിലേക്ക് ചേർക്കുന്ന മറ്റു ചേരുവകൾ ഉള്ളതുകൊണ്ട് ഈ കബാബ് ചേമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചേമ്പ് ഇതുപോലെ പുഴുങ്ങി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മറ്റു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് ഉള്ളിയും കാബേജും. ഞാനിവിടെ ഒരു ഉള്ളിയും 1/2 കപ്പ് കാബേജും ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കബാബിലേക്ക് വേണ്ട അരപ്പിന് വേണ്ടി ഒരു പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, 2 മല്ലിയിലത്തണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലയുടെ ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചത്, സിനമൺ പൗഡർ, 1 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചാട്ട് മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ അജ്വൈൻ അതായത് അയമോദകം, 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, അരപ്പിലേക്ക് വേണ്ടി 1/4 കപ്പ് ബദാം. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. തയ്യാറാക്കാൻ വേണ്ടി ആദ്യം പുഴുങ്ങി വെച്ചിട്ടുള്ള ചേമ്പ് ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് മാഷ് ചെയ്തെടുക്കാം. അരപ്പിന് വേണ്ടി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചേരുവകളും അതിൻ്റെ കൂടെ ബദാമും ഇട്ട് മിക്സിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഇത് പേസ്റ്റ് ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒതുക്കിയാൽ മതി. ഇനി ഒരു വലിയ ബൗളിൽ നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ച ചേമ്പ്, കടലപ്പൊടി, കുരുമുളക്, അയമോദകം, ചാട്ട് മസാല പൗഡർ, നല്ല ജീരകപ്പൊടി, സിനമോൺ പൗഡർ, നേരത്തെ അരച്ച അരപ്പ്, ഉള്ളി, കാബേജ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കബാബ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഒരു പ്ലേറ്റിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് അത് കയ്യിൽ പുരട്ടണം. അല്ലെങ്കിൽ നമ്മുടെ മിക്സ്ചർ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. എണ്ണ പുരട്ടി കൈകൾ കൊണ്ട് നമുക്ക് കബാബ് ഷേപ്പ് ചെയ്യാം. ഞാൻ വട്ടത്തിലാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കബാബിനെ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുത്ത് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായി ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കബാബ്സ് നമുക്ക് ഇനി നല്ല ചൂടുള്ള എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്ത് ഇതുപോലെ എടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള കബാബ് തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഈ ചേമ്പിൽ ചേർത്തിട്ടുള്ള കാബേജും ബദാമും ഈ കബാബിന് ഒരു നല്ല ടെക്സ്ചർ നൽകുന്നു. ഇത് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറിന് മുമ്പ് ആപ്പിറ്റൈസറായിട്ടോ നമുക്ക് സെർവ് ചെയ്യാം. ഇനി വീണ്ടും ഇതുപോലെ ഒരു വ്യത്യസ്തമായ റെസിപ്പിയുമായി വരുന്നതുവരെ ദിസ് ഈസ് അമാനോസ് കിച്ചൺ സൈനിങ് ഓഫ്.